അങ്ങനെ അഖിൽ മാരാർക്കെതിരെ കേസ്. ഇനി വാചകമടിയൊക്കെ അങ്ങ് ജയിലിൽ ചെന്നിട്ടാകാം അല്ലെ. അത്യാവശ്യം വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് തന്നെയാണ് അഖിൽ മാരാർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. രാജ്യദ്രോഹ കുറ്റമാണ്. അറിയാലോ, രാജ്യദ്രോഹ കുറ്റം എന്നൊക്കെ പറയുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പാണ്. അപ്പൊ സംഭവം എന്താണ് ഏതാണെന്നുള്ളതൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ ശനിയാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അന്ന് അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് അത് പ്രഖ്യാപിച്ചത് എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ അഖിൽ മാരാർ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ അഖിൽ മാരാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് അഖിൽ മാരാർ എന്തൊക്കെയാണ് പറഞ്ഞത്? അമേരിക്കൻ ഇടപെടൽ മൂലം ഇങ്ങനൊരു വെടിനിർത്തൽ നിർത്തിയതിനോട് തനിക്ക് ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല എന്നും അത് ഇന്ത്യയുടെ ദൗർബല്യമാണെന്നും പാകിസ്ഥാൻ ഇന്ത്യ അല്ല പേടിച്ചത്, മറിച്ച് ഇന്ത്യ പാകിസ്ഥാനെയാണ് പേടിച്ചത്, അതുകൊണ്ടാണല്ലോ IPL അടക്കമുള്ള മഹാമേളകൾ നിർത്തിവെച്ചതും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പുള്ളിക്കാരൻ നരേന്ദ്രമോദി ഒന്ന് താഴ്ത്തുകയും ഇന്ദിരാഗാന്ധി ഒന്ന് പൊക്കി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പണ്ട് 1970-കളിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് ഉടനടി യുദ്ധം പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയാണ് എല്ലാവർക്കും മാതൃക. ഇതേമാതിരി പഞ്ചമടക്കി കൊടുത്ത നരേന്ദ്രമോദിയെ ഓർത്ത് തനിക്ക് അഭിമാനിക്കാൻ പറ്റില്ല എന്നുമൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അഖിൽ മാരാർ നടത്തിയ മറ്റൊരു പ്രസ്താവന, അതാണ് ശരിക്കും അഖിൽ മാരാറിനെ പെടുത്തിയത്. എന്തായാലും അഖിൽ മാരാർ ആ പറഞ്ഞ ലൈവ് ഇപ്പൊ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. പെട്ടെന്ന് കണ്ട് കേസ് വന്നത് കൊണ്ടായിരിക്കും. എന്തായാലും ലൈവ് ഡിലീറ്റ് ചെയ്താലും സംഭവം നമ്മൾ കയ്യിലുണ്ട് കേട്ടോ. എന്തായാലും അഖിൽ മാരാർ ഡിലീറ്റ് ചെയ്ത അഖിൽ മാരാറെ പെടുത്തിയ പ്രസ്താവന എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു. ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാരെ നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരാത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ബലൂചിസ്ഥാനുകൾക്ക് ഇന്ത്യ രഹസ്യമായി ഫണ്ട് ചെയ്യുന്ന ആയുധങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെയുള്ളത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാറെ പെടുത്തിയത്. ഇനി ബലൂചിസ്ഥാൻ എന്താണ് ഏതാണെന്ന് അറിയാത്തവർക്ക് ഉണ്ട്, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് പാകിസ്ഥാനിലെ ഏറ്റവും കിഴക്കേ വശത്ത് ഇറാനോടും അഫ്ഗാനിസ്ഥാനോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബലൂചിസ്ഥാൻ. പണ്ട് ആ ഭാഗം ഒരു നാട്ടുരാജ്യമായിരുന്നു. എന്നാൽ പിന്നീട് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തോടു കൂടി ഈ പറയുന്ന ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് തങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റണമെന്ന ആവശ്യം ഈ ബലൂചിസ്ഥാൻ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പാകിസ്ഥാൻ ആ സമരങ്ങളെല്ലാം അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇപ്പോഴും അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി ഒരു സ്വതന്ത്ര രാജ്യമായി തങ്ങളെ പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ പാകിസ്ഥാനെതിരെയുള്ള ഈ ബലൂചിസ്ഥാന്റെ സമരങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടിങ് നൽകുന്നതും ആയുധങ്ങൾ നൽകുന്നതുമെല്ലാം ഇന്ത്യ ആണ് എന്നുള്ളതാണ് ഇവിടെ അഖിൽ മാരാർ ആരോപിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാറുടെ ഈ സംസാരമാണ് അഖിൽ മാരാർക്ക് തന്നെ വിനയായി മാറിയത്. ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊട്ടാരക്കര BJP മണ്ഡലവും അതുപോലെ തന്നെ ജനറൽ ടീമും കൂടി ഒരുമിച്ച് അഖിൽ മാരാർക്കെതിരെ കേസ് കൊടുത്തു. ആ കേസിന്റെ പരാജയ കോപ്പി ഞാൻ സൈഡിൽ കൊടുക്കാം, നമ്മളൊന്ന് വായിച്ചു നോക്കി. എന്തായാലും കേസായ സാഹചര്യത്തിൽ ഇന്നലെ അഖിൽ മാരാർ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ BJPയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു. ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ശരി, ആർമിയിൽ നിന്നുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ ഒരു BJPയിലെ നേതാവോ പറഞ്ഞു എന്ന് കരുതി അതെങ്കിൽ ലൈവ് ഇട്ട് പബ്ലിക്കിൽ വിളിച്ച് പറയാനാണ് ചെയ്യേണ്ടത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. അതും ഒരു രാജ്യത്തെ സംബന്ധിച്ചുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കുന്നത് രാജ്യദ്രോഹമല്ല എന്ന് അഖിൽ മാരാറിന് തോന്നുന്നുണ്ടോ? പിന്നെ ഇവിടെ അഖിൽ മാരാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്കിടയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ബലൂചിസ്ഥാൻ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന്. അതുകൊണ്ട് ഞാൻ പബ്ലിക്കായി പറഞ്ഞു എന്നുള്ള രീതി. ഇവിടെ അഖിൽ മാരാറോട് തിരിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ നമ്മൾ പീഡിയ തിണ്ണയിലും ചായക്കടയിലും ഇരുന്ന് എന്തൊക്കെയാ സംസാരിക്കാറുണ്ട്, അതൊക്കെ പബ്ലിക്കിൽ വിളിച്ചു പറയാൻ പറ്റും? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിൽ വിളിച്ചു പറയാൻ പറ്റാവുന്നതാണോ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അതല്ലാണ്ട് പീഡിയ തിണ്ണയിലും ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ സംസാരിക്കേണ്ട കാര്യങ്ങൾ
ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് സംസാരിക്കാൻ നിൽക്കരുത്. സംസാരിച്ചാൽ ഇതായിരിക്കും അവസ്ഥ. പ്രത്യേകിച്ച് രാജ്യം ഇങ്ങനെ ഒരു സെൻസിറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത്, രാജ്യം യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത്. കാരണം ഈ രാജ്യത്താണ് നമ്മൾ ജനിച്ചത്, ഈ രാജ്യമാണ് നമ്മളെ വളർത്തിയത്, അല്ലെ? നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി തന്നത് ഈ രാജ്യമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ രാജ്യത്തോട് കൂറ് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏക കടമ എന്ന് പറയുന്നത്. എന്ന് കരുതി ഒരു തരത്തിലും രാജ്യത്തെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. രാജ്യത്തിനെ നമുക്ക് വിമർശിക്കാം, പക്ഷെ ഇതല്ലായിരുന്നു സമയം. ഇപ്പൊ ഈ യുദ്ധ സമാനമായ സാഹചര്യങ്ങളെല്ലാം കെട്ടടങ്ങിയതിന് ശേഷം, എല്ലാം ഒന്ന് നോർമൽ ആയതിനു ശേഷം ആയിരുന്നു അഖിൽമാരാർ ഇങ്ങനെ ഒരു ലൈവ് ഇട്ടതെങ്കിൽ, ഇങ്ങനെ സംസാരിച്ചതെങ്കിൽ, ഇന്ന് അഖിൽമാരാറെ കല്ലെറിയുന്നതിന് പകരം ഒരുപക്ഷെ എല്ലാവരും അഖിൽമാരാറിനെ കൈയടിച്ചേനെ. അതുകൊണ്ട് ഈ സമയത്ത് അഖിൽമാരാർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് തെറ്റ് തന്നെയാണ്. എന്തിനു പറയണം? ഇപ്പൊ പ്രതിപക്ഷം പോലും നരേന്ദ്രമോദിക്കെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. അത് നരേന്ദ്രമോദി പേടിച്ചിട്ടൊന്നല്ലോ. രാജ്യം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ്. ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങിക്കോട്ടെ, എന്നിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി അഖിൽമാരാർക്കെതിരെ കൊട്ടാരക്കര BJP മണ്ഡലവും ജനൻ ടിവിയും ചേർന്ന് കേസ് കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ആ കൊടുത്ത പരാതിയിൽ ഇവർ അഖിൽമാരാർ പറയാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് കേട്ടോ. ഞാനൊന്ന് വായിച്ചുതരാം. ഭാരതം തിരിച്ചടിച്ചപ്പോൾ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തെന്നും ഇങ്ങനെയൊന്നും അഖിൽമാരാർ എവിടെയും പറഞ്ഞിട്ടില്ല. സാധാരണക്കാരായ പാകിസ്ഥാനികളെ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ കൊല ചെയ്തെന്നൊന്നും എവിടെയും അഖിൽമാരാർ പറഞ്ഞിട്ടില്ല. അല്ലെ, നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ പറയണല്ലോ. എന്തായാലും താൻ പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തതിനെതിരെ അഖിൽമാരാർ തന്നെ പറയുന്നുണ്ട്. നമ്മൊന്നൊരാന്ന് കേട്ടോ. ഇനി മൂന്നാമത്, രാജ്യവിരുദ്ധ പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റി എനിക്കെതിരെ കൊട്ടാരക്കരയിൽ ഒരു പരാതി കൊടുത്തു. അതിൽ അവർ പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ ബലൂചിസ്ഥാൻ വിഷയത്തിനകത്ത് എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ആ വിഷയത്തിനകത്ത് അടിസ്ഥാനം ഉന്നയിക്കത്തക്ക തെളിവുകൾ നൽകാൻ കഴിയില്ല. പക്ഷേ ഉന്നയിച്ച കാര്യങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ത്യയിലെ പലരും പറയില്ല എന്നുള്ള ഉറച്ച ബോധ്യവും എനിക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി അവിടെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നിരായുധരെ കൊല്ലുന്നു എന്ന് ഞാൻ പറഞ്ഞുവെന്ന്. ഞാൻ ഒരിടത്ത് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എന്റെ ലൈവിൽ വളരെ വ്യക്തമാണ്. പറഞ്ഞിട്ടില്ല, അത് സത്യം തന്നെയാണ്. പിന്നെ കേസ് കൊടുത്ത ജനൻ TV ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കുത്തിക്കയറ്റിയാൽ സ്വാഭാവികം. കാരണം ജനൻ TVയുടെ ചെറ്റിത്തരങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു തുടങ്ങിയതല്ലല്ലോ. ഇത്രയും അതിവൈകാരികമായിട്ട് ഫേക്ക് ന്യൂസുകൾ പഠിച്ചുവിടുന്ന ടീംസ് വേറില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മുമ്പ് ഇതേപോലെ ഞാനും പെട്ടതാണ്. ഒരു വർഷം മുമ്പ് ഇവരൊരു ന്യൂസ് കൊടുത്തിരുന്നു, കോടികളുടെ തട്ടിപ്പുമായി ആശാ ശരത്ത് മുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട്. നമ്മൾ അന്ന് അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലായിരുന്നു. ഇവര് ഫേക്ക് ന്യൂസ് അടിച്ചു വിട്ടതായിരുന്നു. പക്ഷെ ആ ന്യൂസ് എടുത്ത് റിയാക്ട് ചെയ്ത് നമ്മൾ ആരായി? അതന്നെ അന്ന് ഞാൻ ഇവരെ ബഹിഷ്കരിച്ചതാണ്. അതിനുശേഷം ഇവർ എന്ത് ന്യൂസ് പഠിച്ചു വിട്ടാലും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. ഇത്രയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ചാനൽ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോ അതിന് ആ രീതി തന്നെ കണ്ടാൽ മതി. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അഖിൽമാരാർ അവസാനം ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി കേട്ട് നമുക്ക് നിർത്താം. ഞാൻ നിലപാടെടുക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്നലെ വരെ നല്ലതായിരുന്നു നിങ്ങൾക്ക് തോന്നി, ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് നിങ്ങൾക്ക് ശരിയല്ലാന്ന് തോന്നി. നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എനിക്കൊരു പട്ടം പതിച്ചു തരികയാണ് ഉണ്ടായത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇപ്രകാരം ചിന്തിച്ചോ? അഖിൽമാരാർ ഇന്നലെ വരെയും രാജ്യത്തിന്, ഞാൻ നിങ്ങൾക്കെന്ന് പറയുന്ന രാഷ്ട്രീയത്തിനല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്കുമല്ല, ഞാൻ ഈ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളിൽ ഒരാളെങ്കിലും പറഞ്ഞോ? നിങ്ങളിൽ ഒരാളെങ്കിലും ചിന്തിച്ചോ? ഇല്ല. പകരം നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് അതായത് ഇവിടുത്തെ നമ്മുടെ, ഞാൻ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള വിഭാഗമാണ് ഈ രാജ്യത്തെ സുഡാപ്പികൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റും പ്രവർത്തകർ. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നവർ, അവരിലെ ഒരാളെ പോലെ നിങ്ങൾ എന്നെ കാണാൻ ശ്രമിച്ചു. അവിടെയാണ് ആകെ തോന്നിയിട്ടുള്ള, നിങ്ങളോട് തോന്നിയ പരമപുച്ഛം. ഈ നാട്ടിൽ നിങ്ങളോട്, അതായത് ഇന്നലകളിൽ നീയൊക്കെയാണല്ലോ എന്നെ അനുകൂലിച്ചത് എന്ന് തോന്നിയിട്ടുള്ള പരമപുച്ഛം എനിക്ക് തോന്നിയ ഒരു നിമിഷം അതായിരുന്നു. ഒരു രീതിയിലും ഒരാളെ മനസ്സിലാക്കാതെ, ഒരാൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അന്ധരായ അടിമകളെ പോലെ നരേന്ദ്രമോദി ആയിക്കോട്ടെ, RSS ആയിക്കോട്ടെ, പറയുന്ന കാര്യങ്ങളെ പഞ്ചപുച്ഛമടക്കി വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വെറും തലയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യരായി മാറിയല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായി. ആസ്യോ, എന്ത് പറ്റ അഖിൽമാരാറെ സംഘികൾക്കെതിരെയൊക്കെ സംസാരിച്ച് കാണുന്നു. അല്ല, എങ്ങനെയൊന്നും മുമ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, അഖിൽമാരാറെ പോലുള്ള ഒരാൾ സംഘികൾക്കെതിരെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ സംഘികളെ കുറിച്ചൊന്നും പറയാത്താണ് നല്ലത്. അത് മുട്ടൻ കോമഡിയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ അവരെ രാജ്യദ്രോഹിയാക്കും, സുഡാപ്പിയാക്കി മാറ്റും. ഇത് കാലങ്ങളോളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തിന് എമ്പുരാൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് അവർ ഇത്രയും കാലം തലകേറ്റി നടന്ന മോഹൻലാലിനെ വരെ ഇവര് രാജ്യദ്രോഹിയാക്കി മാറ്റിയില്ലേ? അതിന് വലുത് വേണോ? ഇന്നലെ വരെ പൊക്കി നടന്ന അഖിൽമാരാറേയും രാജ്യദ്രോഹിയാക്കി മാറ്റി, സ്വാഭാവികം. പക്ഷെ ഇവിടെ അഖിൽമാരാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഇന്നലെ വരെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് കൈയടിച്ച നിങ്ങൾ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞപ്പോൾ
എന്നെ നിങ്ങൾ വിമർശിക്കുന്നു, എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുന്നു എന്നൊക്കെ രീതിയിൽ സംസാരിച്ചത്. എന്താണ് അഖിൽ മാരാർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റോട് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഇതാണ് അഖിൽ മാരാറുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ അഖിൽ മാരാർ ഇപ്പൊ വിമർശിച്ച ഈ സോക്കോൾഡ് സംഘികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് പറഞ്ഞു തന്നാട്ടെ. സംഘികൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ ചുടാപ്പികളാക്കുന്നു, രാജ്യദ്രോഹികളാക്കുന്നു. അഖിൽ മാരാർ എന്താ ചെയ്യുന്നത്? ഇന്നലെ വരെ താൻ എന്ത് പറഞ്ഞാലും തന്നെ കൈയടിച്ചവർ ഇന്ന് താങ്കൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ വിമർശിച്ച സമയത്ത് അവര് പുച്ഛിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന സംഘികളും അഖിൽ മാരാറും ഒക്കെ ഒരേ വണ്ടിക്കുള്ള ആൾക്കാർ തന്നെ. അഖിൽ മാരാറോട് എനിക്കിവിടെ ആകെ പറയാനുള്ളത്, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് വിമർശനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വിമർശിക്കുന്നവരെ പുച്ഛിക്കുകയല്ല വേണ്ടത്. അങ്ങനെയുള്ളവരെ ഞാൻ വിളിക്കുന്നത് അഹങ്കാരികൾ എന്നാണ്. അഖിൽ മാരാർക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.